TST 466 ഡേറ്റ മൈനിങ്ങിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ്. അതിലെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിൽ ഡേറ്റ പ്രോസസ്സിംഗ്, നീഡ് ഫോർ ഡേറ്റ പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ ഡേറ്റ ക്ലീനിങ്, മിസ്സിംഗ് വാല്യൂ, നോയ്സി ഡേറ്റ. ഈ മൊഡ്യൂളിൽ ഈ ഒരു ടോപ്പിക് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡേറ്റ പ്രോസസ്സിംഗ് എന്നുള്ളൊരു പാർട്ടും ഡേറ്റ ക്ലീനിങ് എന്നുള്ള പാർട്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസും അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ മൈനിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതിൽ എന്തൊക്കെയുണ്ട്? ഡേറ്റ ക്ലീനിങ്, ട്രാൻസ്ഫോർമേഷൻ, റിഡക്ഷൻ. ഈ ഒരു 3 പ്രോസസ്സാണ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്. ഡേറ്റനെ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാനുള്ളത്. സോ നമ്മൾ എടുക്കുന്ന ഡേറ്റ എന്തായിരിക്കും? ചിലപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഉണ്ടാവില്ല, മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടാവും, നോയ്സി ആയിട്ടുള്ള ഡേറ്റ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു ഫോർമാറ്റിലല്ലായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. ഇനി ഡേറ്റ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡേറ്റാസ് മാത്രം എടുക്കുന്നതിനാണ് ഡേറ്റ റിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇത്രയും പ്രോസസ്സ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ഡേറ്റ ഇമ്പ്രൂവ് ആവുള്ളൂ. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ ഗാർബേജ് ഒക്കെ ഉള്ള ഒരു ഡേറ്റ ആയിരിക്കും. സോ അതിന് നമ്മൾ പവർഫുൾ മെഷീൻ ലേണിംഗ് മോഡൽസ് വെച്ചിട്ട് ഗാർബേജ് ഉള്ളതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താണ് വേണ്ട ക്ലീൻഡ് ഡേറ്റ മാത്രമാണ് നമുക്ക് വേണ്ടത്. സോ ഡേറ്റ പ്രോസസ്സിംഗ് എന്തുകൊണ്ടാണ് എസെൻഷ്യൽ? So it ensures that the data quality ensure by detecting the correcting errors, missing values, outliers, inconsistencies. ഇതൊക്കെ rectify ചെയ്യും. So and also to improve the model performance. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മോഡലിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് by using different machine learning algorithms. And also it involves creating new features, transforming existing ones. പുതിയ ഫീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെ ആയിട്ട് ഡേറ്റ പ്രോസസ്സിംഗ് എസെൻഷ്യൽ ആണ്. ഓക്കെ, സോ നമുക്കറിയാം നമുക്കുള്ള ഡേറ്റ എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന റിയൽ വേൾഡ് ഡേറ്റ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആകാം, നോയ്സി ആവാം, ഇൻകൺസിസ്റ്റന്റ് ആവാം. സോ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഇല്ല. ഇപ്പൊ ഒക്യുപ്പേഷൻ എന്താന്നുള്ളത് നമ്മുടെ ഡേറ്റയിൽ കൊടുത്തിട്ടില്ല. സോ അതെന്താണ്? ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. ആട്രിബ്യൂട്ട് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ള ഡേറ്റ വാല്യൂസ് ഒന്നും ഇല്ല, ലാക്കിംഗ് ആട്രിബ്യൂട്ട് വാല്യൂസ്. ഇനി നോയ്സി ഡേറ്റ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നിങ് എറേഴ്സ്. ഇപ്പൊ സാലറി ഒരിക്കലും എന്താവത്തില്ല, -10 ആവത്തില്ല. അതെന്താണ്? ഒരു എറർ വാല്യൂ ആണ്. ഇനി ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇവിടെ ഏജ് നമ്മൾ 42 എന്ന് പറയുന്നു, അത് ഈ ഒരു ബർത്ത്ഡേ ആയിട്ട് മാച്ച് ആവുന്നില്ല. അപ്പൊ മാച്ച് ആവാത്ത കുറച്ച് ഡേറ്റാസ് വരും. ഒരു സ്ഥലത്ത് പറയുമ്പോൾ അതനുസരിച്ച് തന്നെ ഇപ്പുറത്തും കൺസിസ്റ്റന്റ് അല്ല, മീൻസ് വെരിഫൈഡ് അല്ല. സോ അങ്ങനത്തെ ഡേറ്റയാണ് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡേറ്റ. സോ എന്തൊക്കെ ഡേറ്റയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഇൻകംപ്ലീറ്റ്, നോയ്സി, ഇൻകൺസിസ്റ്റന്റ് ഡേറ്റ. സോ നമ്മൾ എന്ത് ചെയ്യണം? നോയ്സ് റിഡക്ഷൻ ടെക്നിക്സ് ലൈക്ക് സ്മൂത്തനിങ്, ഫിൽറ്ററിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ നോയ്സിനെയൊക്കെ റിമൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വേണ്ട ഒറിജിനൽ ഡേറ്റ കിട്ടുള്ളൂ. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ പഠിക്കും. പ്രീ പ്രോസസ്സിംഗിൽ റെഡ്യൂസിങ് ഓവർ ഫിറ്റിംഗ് നമുക്ക് ഫിറ്റ് ആവാത്തത് മീൻസ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ എന്താണ് ഓവർ ഫിറ്റിംഗ്, അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ് എന്ത്? ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ. ഇതുപോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു ഡേറ്റ മാത്രമായിട്ട് എടുക്കും. ഇനി വൈ ഇസ് ദ ഡേറ്റ ഡേർട്ടി? എന്തുകൊണ്ടാണെന്ന് അറിയാലോ? ഇൻകംപ്ലീറ്റ് ആണ്, നോയ്സി ആണ്, ഇൻകൺസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഇനി ഡേറ്റ പ്രോസസ്സിംഗിലെ മെയിൻ ടാസ്കുകളാണ്. ഫസ്റ്റ് വൺ ഡേറ്റ ക്ലീനിങ്, ഡേറ്റ ഇന്റഗ്രേഷൻ, പിന്നെ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ, റിഡക്ഷൻ, ഡേറ്റ ഡിസ്ക്രിറ്റൈസേഷൻ. സോ ഡേറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ദ മിസ്സിംഗ് വാല്യൂസ്, സ്മൂത്ത് ദ നോയ്സി ഡേറ്റ, ഐഡന്റിഫൈ, റിമൂവ് ദ ഔട്ട്ലിയേഴ്സ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഡേറ്റ ക്ലീനിങ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡേറ്റ എന്നുള്ളത് പല സ്ഥലത്തു നിന്ന് കിട്ടുന്നതാണെന്ന് അറിയാം. ഈ പല കിട്ടുന്ന സ്ഥലത്തു നിന്നുള്ള ഡേറ്റയെ ഒറ്റൊരു സോഴ്സിലോട്ടാക്കുന്നതാണ് ഇന്റഗ്രേഷൻ. ഇനി ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വേണ്ട ഫോമിലോട്ട് മാറ്റാം. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലൈസേഷൻ, അഗ്രഗേഷൻ പോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യും. ഇനി ഡേറ്റ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ട കുറേ ഡേറ്റ ഉണ്ടാവും, അതിൽ നമുക്ക് വേണ്ട പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡേറ്റ ഒബ്റ്റെയിൻ റെഡ്യൂസ് റെപ്രസെന്റേഷൻ ഇൻ വോളിയം ബട്ട് പ്രൊഡ്യൂസ് സെയിം ആൻഡ് സിമിലർ അനലിറ്റിക് റിസൾട്ട്. ഇനി ഡേറ്റ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അതും ഒരു ഡേറ്റ റിഡക്ഷന്റെ ഒരു ടെക്നിക്കാണ്, ബട്ട് പർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് എസ്പെഷ്യലി ടു ന്യൂമറിക്കൽ ഡേറ്റ. സോ ഡേറ്റ ക്ലീൻ ചെയ്യുക, ഇന്റഗ്രേഷൻ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഫോർമാറ്റിലോട്ട് മാറ്റാം. ഇതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സോഴ്സ്, ഇതൊരു സോഴ്സിൽ നിന്ന് ഒറ്റൊരു സോഴ്സ് ആക്കണേനാണ് ഇന്റഗ്രേഷൻ. ഇനി ഡേറ്റ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്രയും വലിയൊരു ടേബിളിൽ നമുക്ക് വേണ്ട ഒരു ടേബിൾ മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ വാല്യൂസ് മാത്രമായിട്ട് എടുക്കാം. ഇനി നമുക്ക് കുറേ ഈ ഒരു പ്രീ പ്രോസസ്സിംഗിൽ കുറേ നമുക്ക് ഡേറ്റാസ് ഉണ്ടാവും. അതിനെയൊക്കെ നമുക്ക് സമ്മറൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും നമുക്ക് വേണ്ട ഫോമിലോട്ട് മാറ്റാനും വേണ്ടിയിട്ട് കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് മീൻ. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഓൾ ദ കോമ്പോണൻസ് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട് ആ ഒരു ഡേറ്റ സീരീസിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് മീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും എടുത്തെഴുതാൻ ചോദിക്കത്തില്ല, പ്രോബ്ലംസ് ആയിട്ടൊക്കെയാണ് വരുള്ളൂ. പ്രോബ്ലംസ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും. ഈ ഒരു മൊഡ്യൂളിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മീൻസ് പ്രോബ്ലംസ്
ചെയ്യും. ഇനി മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ നമ്പർ കണ്ടുപിടിക്കാനാണ്. സോ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഓഡ് നമ്പർ വരാം, ഈവൻ നമ്പർ വരാം. സോ ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2 ഒബ്സർവേഷനും, ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് രണ്ട് വാല്യൂസ് ആണ് കിട്ടുന്നത്, n/2 അതുപോലെ തന്നെ n/2+1 ഒബ്സർവേഷനും ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം നമ്പർ ഓഫ് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡേറ്റ എടുത്തെഴുതുന്നതാണ് മോഡ് എന്ന് പറയുന്നത്. മോഡ്. സോ മോഡിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. യൂണി മോഡൽ ഉണ്ട്, ബൈ മോഡൽ, ട്രൈ മോഡൽ, അതുപോലെ തന്നെ മൾട്ടി മോഡൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു എംപെരിക്കൽ ഫോർമുല ഉണ്ട്, നമുക്കറിയാം, നമ്മൾ മാത്സ് ഒക്കെ 10th പഠിച്ചതാണ്. എന്ത്? മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 മീൻ മൈനസ് മീഡിയൻ. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം, ചോദിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. പിന്നെ എവിടെയെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ മാത്രം എന്നുള്ള രീതിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി മിഡ് റേഞ്ച് ഫോർമുല എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ പ്ലസ് മിനിമം വാല്യൂ ഡിവൈഡഡ് ബൈ 2. റേഞ്ച് ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. മിഡിൽ റേഞ്ച് കണ്ടുപിടിക്കുന്നതാണ് മാക്സിമം വാല്യൂ പ്ലസ് മിനിമം വാല്യൂ ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ പഠിക്കാം. ഡിസ്പേർഷനിൽ നമുക്ക് ആവറേജ് പോലുള്ള കുറെ ഡീവിയേഷൻസ് ഉണ്ട്. സോ അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ആണ് റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്. സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? highest value plus lowest value divided by 2 ആണ്. So to get the range, subtract the data set of the highest value and the lowest value. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. മാക്സിമം പ്ലസ് മിഡിൽ വാല്യൂ അല്ല നമ്മുടെ റേഞ്ച്, അത് മിഡ് റേഞ്ച് ആണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് മിഡ് റേഞ്ചിന്റെ ഫോർമുല ആണ്. റേഞ്ച് എന്താണ് അവിടെ? റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ആണ്. ഓക്കെ, സോ റേഞ്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്വാർട്ടൈൽ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു 25%നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാർട്ടൈൽ, Q1 എന്ന് പറയുന്നത്. ഇനി Q3 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? 75%. സോ Q1 എന്ന് പറയുന്നത് 25%, Q2 എന്ന് പറയുന്നത് 50%, Q3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 75%. സോ 50% കണ്ടുപിടിക്കാൻ നമുക്ക് മീഡിയന്റെ ഫോർമുല യൂസ് ചെയ്താൽ 50% കണ്ടുപിടിക്കാം. ഇനി Q1ഉം Q2ഉം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് എല്ലാത്തിന്റെയും മിഡ് റേഞ്ച് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? Q1ഉം Q2ഉം കണ്ടുപിടിക്കാം. ഞാനൊരു പ്രോബ്ലത്തിൽ അത് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇന്റർക്വാർട്ടൈൽ റേഞ്ച് IQR എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1 ആണ് ഇന്റർക്വാർട്ടൈൽ റേഞ്ച്. ഇനി 5 നമ്പർ സമ്മറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ മിനിമം എഴുതണം, പിന്നെ Q1 എഴുതണം, പിന്നെ മിഡിൽ വാല്യൂ എഴുതണം, പിന്നെ Q3 എഴുതണം, പിന്നെ മാക്സിമം വാല്യൂ എഴുതണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബോക്സ് പ്ലോട്ട് ആണ്. സോ ബോക്സ് പ്ലോട്ട് വരക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ രണ്ട് എൻഡിലും ക്വാർട്ടൈൽസ് വരക്കണം. ബോക്സ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ്. സോ രണ്ട് അറ്റത്തും എന്താണ്? ക്വാർട്ടൈൽസ് ആണ് വരക്കേണ്ടത്. നടുക്ക് നമ്മുടെ മീഡിയൻ വാല്യൂ വരക്കണം. പിന്നെ ഔട്ട്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വലി മാർക്ക് ചെയ്യണം. സോ ഔട്ട്ലെയർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ ബൈ ലോവർ, ഹയസ്റ്റ് ഓർ ലെസ് മീൻസ് ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ ആവാം. വിച്ച് ഇസ് എപ്പോഴും എന്തായിരിക്കും? ഇതിനേലും കൂടിയ വാല്യൂവും ഇതിനേലും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്ലെയർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ റേഞ്ച് പറഞ്ഞു, നമ്മൾ മീഡിയൻ പറഞ്ഞു. ലോവസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ആണ് ഉദ്ദേശിക്കുന്നത്, അസെൻഡിങ് ഓർഡർ എഴുതിയിട്ടുള്ള ഫസ്റ്റ് ഹാഫ്. അപ്പർ ഹാഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്വാർട്ടൈൽ Q1, തേർഡ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ Q3 എന്ന് പറഞ്ഞാൽ എബവ് 75% ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമേ. മീഡിയൻ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അതിനെപ്പോഴും റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ റെപ്രസെന്റ് ചെയ്യണം. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ലെവൽ ഓഫ് വേരിയബിലിറ്റി ഇൻ യുവർ ഡേറ്റ സെറ്റ് കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ആവറേജ് ഡീവിയേഷൻ ഓഫ് ഈച്ച് സ്കോർ ഫ്രം ദ മീൻ. മീൻ ആയിട്ട് എത്രത്തോളം വ്യത്യാസത്തിലാണ് ഓരോരോ വാല്യൂസും വരുന്നതെന്നാണ് നോക്കുന്നത്. സോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു സിഗ്മ യൂസ് ചെയ്തിട്ടാണ്. സിഗ്മ ഇസ് ഈക്വൽ ടു, ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. മീൻസ് ഇവിടെ ഈ ഒരു 1 ഇല്ല കേട്ടോ. സോ ഈ ഒരു ഇക്വേഷൻ ഞാൻ എടുത്തെഴുതാം. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ n. ഇവിടെ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ ആണ്. xi എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂസും, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്യൂപ്യൂൾസ് ആണ് പറയുന്നത്. ഇപ്പൊ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നോട്ട് സ്പ്രെഡഡ്, ഓൾ ഒബ്സർവേഷൻ ഹാവ് സെയിം വാല്യൂ, ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇതിൽ ജസ്റ്റ് നമുക്ക് ആ വാല്യൂസ് മാത്രം പഠിച്ചാൽ മതി. ഇനി വേരിയൻസ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ദ സ്ക്വയേർഡ്.
നമ്മൾ ഇപ്പൊ പഠിച്ച സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ, ഇപ്പൊ പഠിച്ച സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ. ഈ ഒരു സിഗ്മനെ സ്ക്വയർ ചെയ്യാം. അപ്പൊ ഇവിടെ സ്ക്വയർ വരുമ്പോ എന്ത് പറ്റും? ഈ റൂട്ട് പോകും. സോ റൂട്ട് പോകുമ്പോ ഇതിനെ സ്ക്വയർ ചെയ്യാം. സോ ഇവിടെ വരുമ്പോ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ എന്ന് വരും. സോ ഇതാണ് എന്ത്? വേരിയൻസിന്റെ ഇക്വേഷൻ. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഞാൻ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുള്ള ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് നോമിനൽ, പിന്നെ ഓർഡിനൽ, then binary, then interval, ratio. സോ ഈ ഒരു 5 ടൈപ്പാണുള്ളത്. നോമിനൽ എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ, ID, നമ്പർ, കളർ അങ്ങനത്തെ പറയുന്ന സംഭവങ്ങളാണ് നോമിനൽ വാല്യൂസ്. ഓർഡിനൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാങ്കിങ്, ഇപ്പൊ ആർമി, പ്രൊഫഷൻ, ഇപ്പൊ ഗ്രേഡ് പറയില്ലേ, ABC, ഹൈറ്റ് പറയും, ടോൾ, മീഡിയം, ഷോർട്ട്, ആ ഒരു റേഞ്ച് പോലത്തെ ഒരു വാല്യൂസ് പറയുന്നുണ്ട്. ഇനി ബൈനറി എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, പാസ്, ഫെയിൽ, ഇപ്പൊ ടെസ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് ടെസ്റ്റ്, നെഗറ്റീവ് ടെസ്റ്റ്, റിസൾട്ട് പറയുന്നു. ഇനി ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ വാല്യൂ മുതൽ പർട്ടിക്കുലർ വാല്യൂ, ഇപ്പൊ കലണ്ടറിലെ ഡേറ്റ്, ബോഡിയുടെ ടെമ്പറേച്ചർ. ഇനി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, ഒരു ലെങ്ത്, ടൈം, ഇതിനൊക്കെ യൂണിറ്റ്സ് ഉള്ള വാല്യൂസ് ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇതുണ്ട്, ഡിസ്ക്രീറ്റ് ആട്രിബ്യൂട്ട്സും കണ്ടിന്യൂസ് ആട്രിബ്യൂട്ട്സും. ഡിസ്ക്രീറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് കൗണ്ട് ആയി ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പിൻകോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്തിന് മാത്രമാണ് ആ ഒരു പിൻകോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് വാല്യൂ. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്, എത്ര വേണമെങ്കിലും വാല്യൂസ്. അപ്പൊ ടെമ്പറേച്ചർ എത്ര വേണമെങ്കിലും ആവാം, ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും ആവാം, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഓക്കെ. ഇനി ബോക്സ് പ്ലോട്ട് അനാലിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ 5 നമ്പർ സമ്മറി എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാം. 5 നമ്പർ സമ്മറി എടുത്ത് മിനിമം Q1 എഴുതാം, മീഡിയം എഴുതാം, Q3 മാക്സിമം. സോ ഈ ഒരു ബോക്സ് പ്ലോട്ട് വരക്കുമ്പോൾ നമുക്ക് എൻഡിൽ ഫസ്റ്റ് ബോക്സസ് ആർ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടർ, Q1 റെപ്രസെന്റ് ചെയ്യണം, Q3 റെപ്രസെന്റ് ചെയ്യണം. പിന്നെ അതുപോലെ നടുക്കാണെങ്കിൽ മീഡിയൻ ആണ് കൊടുക്കേണ്ടത്. പിന്നെ ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ അതിന് താഴത്തോട്ടും പൊക്കത്തോട്ടും റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ. ഇനി നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് ഒരു ഡേറ്റ സെറ്റ് ഓഫ് എക്സാം സ്കോർസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മീൻ കണ്ടുപിടിക്കാനാണ്. സോ ഇതിന്റെ മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മീനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ്പ് ബൈ n. ഓക്കെ, അതാണ് നമ്മുടെ എക്സ് ബാർ ആണ് മീൻ. ഓക്കെ. സോ 85 പ്ലസ് 90 പ്ലസ് 92 പ്ലസ് 78 പ്ലസ് 88 ഡിവൈഡഡ് ബൈ എത്ര ഉണ്ട്? ഇത് 5 ഡേറ്റാസ് ആണുള്ളത്, ഡിവൈഡഡ് ബൈ 5. സോ നമ്മുടെ എക്സ് ബാറിന്റെ വാല്യൂ 86.6. ഇനി മീഡിയൻ എന്ന് പറഞ്ഞ ഇതിൽ നമുക്കൊരു മിഡിൽ വാല്യൂ എടുക്കണം. സോ ഇതിൽ നമുക്ക് മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് നമുക്കിപ്പോൾ ഇവിടെ 1 2 3 4 5 ഈവൻ ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഒരെണ്ണം ഉണ്ടാവുള്ളൂ, 88 ആണ് നമുക്ക് കിട്ടും. ഇനി മോഡ് കണ്ടുപിടിക്കുന്നത് എന്താ? മാക്സിമം ഫ്രീക്വൻസി ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ 85 90 92 78 88 ഞാൻ കുറച്ചും കൂടി വാല്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 85 89 82 85. സോ ഇതിലിപ്പോ മാക്സിമം ഉള്ളത് ഏതാണ്? 85. എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്? 3 പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 85 എന്ന് പറയാം. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഫ്രീക്വൻസി ഇല്ല എന്ന് പറഞ്ഞത്. ഓക്കെ. ഞാനിപ്പോ ഈ ഒരു എക്സാമ്പിളിന്റെ ബേസിസിലാണ് ഇവിടെ 85 കൊടുത്തത്, ബിക്കോസ് അപ്പിയേഴ്സ് മോസ്റ്റ്. ഇനി റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ്. സോ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 92 ആണ്, സ്മോളസ്റ്റ് വാല്യൂസ് 78. സോ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 14 വരും നമ്മുടെ റേഞ്ച് വാല്യൂ ആയിട്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ നമ്മുടെ ക്വാർട്ടൈലാണ്. സോ ക്വാർട്ടൈൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? Q1 Q2 Q3 ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കും. ഓക്കെ. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതിനെ നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതാം, സോർട്ടഡ്. സോ 78 85 88 90 92 സോർട്ട് ചെയ്ത്. സോ Q1 എന്ന് പറഞ്ഞതിന്റെ മിഡിൽ വാല്യൂ നമുക്കറിയാം ഇതാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോവർ ഹാഫ്, ഇത് അപ്പർ ഹാഫ് ആണ്. സോ ഇത് നമുക്ക് ഫസ്റ്റ് ഇത് കണ്ടുപിടിക്കാനായിട്ട് Q1 കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ രണ്ട് വാല്യൂസ് തമ്മിൽ we must mean of the middle two values. മിഡിൽ ആയിട്ടുള്ള 2 വാല്യൂസിന്റെ മീൻ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഇതിൽ മിഡിൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 78 പ്ലസ് 85 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഇവിടെ 90 പ്ലസ് 92 ഡിവൈഡഡ് ബൈ 2 ചെയ്യും. സോ ഇവിടെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 81.5 കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ Q1 81.5 കിട്ടും. Q3 എന്ന് പറയുന്നത്
91 ആയിട്ട് കിട്ടും. ഇനി ഇന്റർക്വാർട്ടൈൽ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? IQR എന്ന് പറഞ്ഞാൽ Q3 മൈനസ് Q1. സോ Q3 മൈനസ് Q1 ചെയ്യാം. 91 മൈനസ് 81.5. സോ എത്ര കിട്ടും? 81.5. നമുക്ക് ആൻസർ കിട്ടുന്നത് 9.5 ആണ്. IQR വാല്യൂ 9.5 ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഇക്വേഷൻ പറഞ്ഞത് എന്താണ്? സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 by xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ n. സോ ഈ ഒരു ഡേറ്റ സെറ്റ് വന്നിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഇതിൽ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് എക്സ് ബാർ ആണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ കണ്ടുപിടിക്കണം. ടോട്ടൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 86.6 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഇതിന്റെ വാല്യൂസ് വെച്ചിട്ടും എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ വാല്യൂ 85 ആണ്, മൈനസ് നമുക്ക് എക്സ് ബാർ 86.6, പിന്നെ സ്ക്വയർ ചെയ്യാം, പ്ലസ് ഇതിങ്ങനെ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ 86.6 the whole square plus next value 92 minus 86.6 the whole square plus 78 minus 86.6 the whole square plus 88 minus 86.6 the whole square by എത്ര കിട്ടണം? 1 2 3 4 5 ഇടുക, പിന്നെ റൂട്ടും കൂടി കൊടുക്കാം. സോ നമുക്ക് ഇവിടെ ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് സ്ക്വയർ ചെയ്യുക, പിന്നെ ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം റൂട്ട് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് 5.66 എന്ന് കിട്ടും. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ആൻസർ. ഇനി ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന ഡേറ്റ സെറ്റ് ഇപ്പൊ മന്ത്ലി ഇൻകം ഓഫ് എ പീപ്പിൾ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇത്രയും ഡോളർ മുതൽ ഇത്രയും ഡോളർ വരെയാണ്. $2,000 തുടങ്ങി $5,000 വരെയാണ്. സോ ഒരാളുടെ മാത്രം 50,000 വരെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് ആ ഒരു റേഞ്ചിലല്ല കിടക്കുന്നത്, അതൊരു ഔട്ട്ലയർ വാല്യൂ ആണെന്ന് പറയാം. ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കിടക്കുന്ന ഒരു വാല്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5 നമ്പർ സമ്മറിയും ബോക്സ് പ്ലോട്ട് വരക്കാനാണ്. സോ ഫസ്റ്റ് നമ്മൾ 5 നമ്പർ സമ്മറിയിൽ മിനിമം വാല്യൂ കണ്ടുപിടിച്ചിരുന്നു. നേരത്തെ ഇപ്പൊ കൺസിഡർ ചെയ്യുക Q1 മാക്സിമം വാല്യൂ ആണ്. പിന്നെ മീഡിയൻ എന്ന് പറഞ്ഞാൽ 88 കണ്ടുപിടിച്ചതാണ്. പിന്നെ Q3 ഇപ്പൊ 90 എടുക്കാം. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 92 ആണ്. സോ ഇതിന് നമ്മൾ എങ്ങനെയാണ് ബോക്സ് പ്ലോട്ട് വെച്ചിട്ട് വിഷ്വലൈസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഓക്കെ, ഇതൊരു ബോക്സ് പ്ലോട്ട് ആണ്. സോ ഇതിൽ നടുക്ക് നമുക്ക് മീഡിയൻ വാല്യൂ എഴുതാം, 88 എഴുതാം. അപ്പൊ നമ്മൾ ഗ്രാഫ് ഇങ്ങനെ വരക്കുമ്പോ ഇവിടെ 88 എന്നുള്ള സ്ഥലത്താണ് ഇത് വരാറ്. അതുപോലെ ഇവിടെ Q1 ഇവിടെയാണ്, നമുക്ക് 83.5 കൊടുക്കാം. ഇവിടെ Q3 ആണ്, ദാറ്റ് ഇസ് 90 കൊടുക്കുക. അപ്പൊ 90 ഉള്ള സ്ഥലത്ത് അത് വരക്കുക, 83 ഉള്ളത് എടുത്ത് ഇത് വരക്കാം. ഇനി മാക്സിമം വാല്യൂ 92, അവിടെയാണ് നമ്മൾ ഈ ഒരു ബോക്സ് പ്ലോട്ടിന്റെ ലാസ്റ്റ് പോയിന്റ് വരുന്നത്. ഇവിടെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 78 ആണ്, അല്ലെ? മിനിമം വാല്യൂ 78. സോ അവിടെ വരാം. ഇനി ഈ ഒരു 78 to 92 ആണ് നമ്മുടെ ഒരു റേഞ്ച്. ഇതിന്റെ പുറത്തുള്ള ഏത് വാല്യൂ ആണെങ്കിലും അതിന് നമ്മൾ ഔട്ട്ലയർ എന്നാണ് പറയുന്നത്. സോ ഇപ്പൊ 93 വരെയാണെങ്കിൽ നമുക്ക് അതിനൊരു പോയിന്റ് ആയിട്ട് 93 ഔട്ട്ലയർ എന്ന് പറഞ്ഞ് കൊടുക്കാനാണ് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഔട്ട്ലയറിന്റെ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഔട്ട്ലയർ റേഞ്ച് കണ്ടുപിടിക്കാൻ. സോ അത് ഞാൻ ഇവിടെ എഴുതാം. ഔട്ട്ലയറിന്റെ റേഞ്ച് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇവിടെ ഞാൻ എഴുതാം. ഓക്കെ, സോ അതിന്റെ ഇക്വേഷൻ നമ്മൾ Q3 plus 1.5 star IQR. അതാണ് അതിന്റെ ഒരു റേഞ്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോർമുല. ഓക്കെ, ഇനി വേരിയൻസ് നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വാല്യൂവിന് എന്ത് ചെയ്യണം? സിഗ്മ സ്ക്വയർ ചെയ്യണം. ഓക്കെ, സിഗ്മ നമ്മൾ കണ്ടുപിടിച്ചു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിന്റെ സ്ക്വയർ ചെയ്യുന്നതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, അല്ല സോറി, വേരിയൻസ് എന്ന് പറയുന്നത്. ഇനി ഡേറ്റ ക്ലീനിങ്ങിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഡേറ്റ ക്ലീനിങ്. കാരണം നമ്മൾ എടുക്കുന്ന ഡേറ്റയിൽ ഒരിക്കൽ പോലും അതിൽ മിസ്സിംഗ് വാല്യൂസോ ആയിട്ടുള്ള ഡേറ്റാസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് ദ മിസ്സിംഗ് വാല്യൂസ് ഫില്ല് ചെയ്യാൻ, ഐഡന്റിഫൈ ദ ഔട്ട്ലയേഴ്സ് കണ്ടുപിടിക്കാൻ, കറക്റ്റ് ഇൻകൺസിസ്റ്റന്റ് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡേറ്റനെ കറക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ടു റിസോൾവ് ദ റിഡൻഡൻസി, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഡേറ്റാസ് ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത്. സോ ഇതിന് നമുക്ക് മിസ്സിംഗ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ അവൈലബിൾ അല്ല. സോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു കസ്റ്റമറിന്റെ വാല്യൂ കസ്റ്റമർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തേക്കണേ, എന്താണ് അയാളുടെ വാല്യൂ എന്നുള്ളത് കൊടുത്തിട്ടില്ല. പിന്നെ മിസ്സിംഗ് ഡേറ്റ എന്ത് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നത്? ചിലപ്പോൾ ആ എക്യുപ്മെന്റ് ആ നേരത്തെ തകർന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടാവും, ഡേറ്റ കറക്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ടാവില്ല, രജിസ്റ്റർ ഹിസ്റ്ററിയിൽ ഉണ്ടാവത്തില്ല. സോ ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് മിസ്സിംഗ് ഡേറ്റ ഉണ്ടാവുന്നത്. സോ ഇങ്ങനെ ഒരു മിസ്സിംഗ് ഡേറ്റ വരെയെങ്കിൽ ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പർട്ടിക്കുലർ സാധനത്തിനെ ഇഗ്നോർ ദ ട്യൂപ്യൂൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്.
ഇഗ്നോർ ദ ട്യൂപ്യൂൾ, അതിനെ വേണ്ടാന്ന് വെക്കാം, ആ ഒരു വാല്യൂ നമുക്ക് എടുക്കണ്ട. അല്ലെങ്കിൽ ഫിൽ ദ മിസ്സിംഗ് വാല്യൂ മാനുവലി, നമുക്കൊരു ഏകദേശം അറിയാൻ പറ്റും, ഒന്നല്ലെങ്കിൽ ആവറേജ് വെച്ചിട്ട് എന്തെങ്കിലും മെത്തേഡ്സ് വഴി അത് കണ്ടുപിടിച്ചിട്ട് ആ ഒരു മിസ്സിംഗ് വാല്യൂ വെച്ചിട്ട് ഫിൽ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ എന്താ, ഒരു ഗ്ലോബൽ കോൺസ്റ്റന്റ് കൊടുക്കാം, അറിഞ്ഞുകൂടാത്ത വാല്യൂസിനെ ഒന്നല്ലെങ്കിൽ അൺനോൺ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ മീൻ എടുക്കാം, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മീൻ എടുക്കാം. ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഫോർമുലാസ് യൂസ് ചെയ്ത് പ്രോബബിൾ ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കാം. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഡേറ്റ ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു 1 2 3 4 5 6 പോയിന്റ്സ് മെയിൻലി അതിനെ പറ്റിയിട്ടാണ്. എങ്ങനെ മിസ്സിംഗ് ഡേറ്റനെ ഹാൻഡിൽ ചെയ്യാം, ഒന്നല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ മാനുവലി നമുക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കാം, പിന്നെ അല്ലെങ്കിൽ ഗ്ലോബൽ ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം, മീൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലാണ് ബിലോങ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നോയ്സി ഡേറ്റ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് മിസ്സിംഗ് ഡേറ്റനെ പറ്റി. ഇനി നോയ്സി ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ, എററുകൾ ഉള്ള ഡേറ്റേനെയാണ് നോയ്സി ഡേറ്റ എന്ന് പറയുന്നത്. സോ എറേഴ്സ് ഉണ്ടാവും അതിൽ, ഫോൾട്ടി ആയിട്ടുള്ള ഡേറ്റ കളക്ഷൻസ്, അല്ലെങ്കിൽ ഡേറ്റ എൻട്രി പ്രോബ്ലംസ്, ഡേറ്റ ട്രാൻസ്മിഷൻ പ്രോബ്ലംസ്, ഇത് കാരണമൊക്കെ നമ്മുടെ ഡേറ്റ നോയ്സി ആയിട്ട് വരാം. സോ ഈ ഒരു പ്രോബ്ലം വിച്ച് റിക്വയർസ് ഡേറ്റ ക്ലീനിങ്. സോ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടാവും, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള റെക്കോർഡ്സും ഈ ഒരു നോയ്സി ഡേറ്റ കാരണം ഉണ്ടാവും. സോ നോയ്സി ഡേറ്റ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നോയ്സി ഡേറ്റ ഹാൻഡിൽ ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് ബിന്നിങ്, റിഗ്രഷൻ, ക്ലസ്റ്ററിങ്, കമ്പൈൻഡ് കമ്പ്യൂട്ടർ ഹ്യൂമൻ ഇന്റർപ്രറ്റ്. അപ്പൊ ബിന്നിങ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സോർട്ട് ചെയ്യുക ഡേറ്റ, അതിനുശേഷം അതിനെ ഈക്വൽ ബിന്നുകളായിട്ട് പാർട്ടീഷൻ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്മൂത്ത് ബൈ ബിൻ മീൻ ഉണ്ട്, സ്മൂത്ത് ബൈ ബിൻ മീഡിയൻ ഉണ്ട്, സ്മൂത്ത് ബൈ ബിൻ ബൗണ്ടറി ഉണ്ട്. ഈ ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ബിന്നിങ് നമുക്ക് ചെയ്യാം. ഇനി റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, സ്മൂത്ത് ബൈ ഫിറ്റിംഗ് ദ ഡേറ്റ ഇൻ ടു റിഗ്രഷൻ ഫംഗ്ഷൻ. ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഫംഗ്ഷനിലോട്ട് ആ ഒരു ഡേറ്റനെ എടുത്ത് വെക്കാം. ഇനി ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഡിറ്റക്ട് ആൻഡ് റിമൂവ് ദ ഔട്ട്ലെയേഴ്സിന് എടുത്ത് കളയുന്നതാണ് ക്ലസ്റ്ററിംഗ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്കാം. ഇനി കമ്പൈൻഡ് ഹ്യൂമൻ ആൻഡ് കമ്പ്യൂട്ടർ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിറ്റക്ട് ദ സസ്പീഷ്യസ് വാല്യൂ ആൻഡ് ചെക്ക് ബൈ ദ ഹ്യൂമൻ ഡീൽസ് വിത്ത് പോസിബിൾ ഔട്ട്ലെയേഴ്സ്. ഇനി ബിന്നിങ് പറയുകയാണെങ്കിൽ ഇതൊരു ഡേറ്റ സ്മൂത്തനിങ് ടെക്നിക്കാണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റനെ സോർട്ട് ചെയ്യണം, അതിനുശേഷം എന്ത് ചെയ്യണം, ഓരോ ബിന്നുകളോ ബക്കറ്റുകളോ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഈക്വൽ വിത്ത് പാർട്ടീഷനിങ് ഉണ്ട്. പാർട്ടീഷനിങ്ങിൽ നമുക്ക് ഫസ്റ്റ് പാർട്ടീഷനിങ്ങിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ഈക്വൽ വിത്ത് പാർട്ടീഷനിങ് ഉണ്ട്, ഈക്വൽ ഡെപ്ത് പാർട്ടീഷനിങ് ഉണ്ട്. പിന്നെ സ്മൂത്തിങ് പറയാനാണെങ്കിൽ സ്മൂത്ത് ബൈ ബിൻ, സ്മൂത്ത് ബൈ മീഡിയൻ, സ്മൂത്ത് ബൈ ബിൻ ബൗണ്ടറി മെത്തേഡ്. സോ ഈക്വൽ വിത്തിൽ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെല് എടുക്കാം, അത് നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് തന്നെ ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഈക്വൽ വിത്ത് എന്ന് പറഞ്ഞാൽ ഈക്വൽ വാല്യൂസ് ആയിരിക്കണം അതിന്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസികൾ, അതിന്റെ ഓരോ ഇപ്പൊ മൂന്നെണ്ണം വീതമാണെങ്കിൽ മൂന്നെണ്ണം വെച്ചിട്ട് വേണം ഈക്വൽ ഡെപ്ത് ഉണ്ടാവാനായിട്ട്. ഈക്വൽ വിത്ത് എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കാം എന്നുള്ള രീതിക്കാണ് പറയാം. ഇനി സ്മൂത്തനിങ് ബൈ മീൻ കണ്ടുപിടിച്ചിട്ട് ആ നടുക്കത്തെ വാല്യൂന് മീൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. മീഡിയൻ ആണെങ്കിൽ മീഡിയൻ കണ്ടുപിടിച്ചിട്ട് നടുക്കത്തെ വാല്യൂവിനെ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം, മീഡിയൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ബൗണ്ടറി ആണെങ്കിൽ ബൗണ്ടറി മാക്സിമം മിനിമം വാല്യൂ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് റീപ്ലേസ് ചെയ്യണം. സോ അതിന്റെ ഒരു പ്രോബ്ലം നമുക്കിപ്പോൾ നോക്കാം. സോ ഇതിൽ ബിന്നിങ് മെത്തേഡ് ഫോർ ഡേറ്റ സ്മൂത്തനിങ് ആണ് പറയുന്നത്. സോ നമുക്കിപ്പോൾ 4 8 9 15 21 21 24 25 26 28 29 34 എന്ന് പറഞ്ഞൊരു നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഇതിന് ഇപ്പൊ ബിന്നിന്റെ സൈസ് 3 ആണെന്ന് വിചാരിക്കും. അപ്പൊ 3 ബിൻസ് ആണ് പാടുള്ളൂ, സോറി 4 അല്ല 3. സോ ഇതിന് 3 ബിൻസിലോട്ട് എങ്ങനെ ഈക്വൽ ആയിട്ട് കൊടുക്കാൻ പറ്റും, 4 4 4 വെച്ചിട്ട് കൊടുക്കാം. അപ്പൊ അതിന് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, 4 4 4 8 ഇതെല്ലാനും 4 ഫസ്റ്റ് അടുത്ത 4 വെച്ചിട്ട് പാർട്ടീഷനിങ് ചെയ്തിട്ട്. ഇനി ബൈ മീൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യും, മീൻ കണ്ടുപിടിക്കാനായിട്ട് ഈ ഫസ്റ്റത്തെ റോയിലുള്ളവർ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 4 + 8 + 9 + 15 ഡിവൈഡഡ് ബൈ എത്രയാണ്, 4. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 9 എന്ന് അപ്രോക്സിമേറ്റ് കിട്ടും. സോ 9 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻ ആയിട്ട് കൊടുക്കുന്നത്. സോ ആ ഉള്ള എല്ലാ വാല്യൂസും 9 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഇനി അടുത്തതിലും എന്ത് ചെയ്യണം, 21 + 21 + 24 + 25 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും, 23 ആണ് കിട്ടണമെന്നുള്ളത്. സോ അതിനെ എന്ത് ചെയ്യണം, 23 വെച്ചിട്ട് എല്ലാവരും റീപ്ലേസ് ചെയ്യണം. അടുത്തത് 26 + 28 + 29 + 34 ഡിവൈഡഡ് ബൈ 4. സോ 29 കിട്ടും. സോ എല്ലാത്തിനും എന്ത് ചെയ്യണം, 29 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഇനി ബൈ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ മിനിമം വാല്യൂ. സോ ഇവിടെ ഫസ്റ്റത്തെ മിനിമം വാല്യൂ വെച്ചിട്ട് എല്ലാത്തിനും റീപ്ലേസ് ചെയ്യുന്നത്, ലാസ്റ്റ് വാല്യൂ മാക്സിമം വാല്യൂ. പിന്നെയും മിനിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു, മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു, മാക്സിമം വാല്യൂ. അതാണ് ബിൻ ബൈ ബൗണ്ടറി മെത്തേഡ്.
ഓക്കെ, അപ്പൊ മീഡിയൻ ആണെങ്കിൽ മീഡിയൻ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് ഇവിടെ മീനിന് പകരം എന്ത് ചെയ്യണം, മീഡിയൻ കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് എല്ലാത്തിനും റീപ്ലേസ് ചെയ്യണം. ഈ ഈക്വൽ വിഡ്ത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഡേറ്റ എന്ന് വിചാരിക്കുക. ബിന്നിന്റെ സൈസ് 3 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ മിൻ പ്ലസ് വെയിറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ഇന്റർവെൽ ആണ്. സോ വിഡ്ത്ത് ഓഫ് ദ ഇന്റർവെൽ ആണ് കണ്ടുപിടിക്കുന്നത്. സോ വിഡ്ത്ത് ഓഫ് ദ ഇന്റർവെൽ കണ്ടുപിടിക്കാനായിട്ട് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ഡിവൈഡഡ് ബൈ ബിന്നിന്റെ സൈസ്. So max minus min divided by bin size. ഇപ്പൊ k എന്ന് വെച്ച് കൊടുക്കാം. k. So ഇവിടെ അപ്പൊ 215 minus 5 divided by 3 17 കിട്ടി. ഇനി നമുക്ക് മിനിമം വാല്യൂടെ കൂടെ ആ ഒരു വിഡ്ത്ത് ആഡ് ചെയ്യാം. സോ മിനിമം വാല്യൂടെ കൂടെ ഫസ്റ്റ് വിഡ്ത്ത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5 plus 70. സോ 75 കിട്ടും. അതാണ് ഫസ്റ്റ് ബിന്നിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ബിന്നിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? മിൻ പ്ലസ് എന്ന് പറഞ്ഞാൽ 5 plus 2 into W എന്ന് പറഞ്ഞാൽ 2 into 70. സോ 140 ആണ് അവിടെ കിട്ടുന്നത്. അപ്പൊ 5 plus 140 145. സോ 145 ആണ് അടുത്ത ബിന്നിന്റെ റേഞ്ച്. മൂന്നാമത്തെ ബിന്നിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇൻറ്റു 3. അപ്പൊ 215 ആണ് മൂന്നാമത്തെ. 3 into W ആണ് വരുന്നത്. സോ 215. സോ ഫസ്റ്റത്തെ അത്രയും എലമെന്റ്സ് എന്ത് ചെയ്യും? 75 വരെയുള്ള എലമെന്റ്സ് ഫസ്റ്റത്തെ ബിന്നിൽ കിടക്കും. ഇനി സെക്കൻഡത്തെ ബിന്നിൽ എവിടം വരെയുള്ളത്? 145 വരെയുള്ള എലമെന്റ്സിന് കിടക്കും. ഇനി 215 വരെ ഉള്ളത് ഏതിൽ കിടക്കും? നമ്മുടെ തേർഡ് ബിന്നിലും കിടക്കും. ഓക്കെ, അതാണ് എന്ത്? ഈക്വൽ വിഡ്ത്ത് ബിന്നിങ്. ഇനി ഈക്വൽ ഫ്രീക്വൻസി ബിന്നിങ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് വാല്യൂസ്. എത്ര വാല്യൂസ് ഉണ്ട്? 6 വാല്യൂസ് ഉണ്ട്. എത്ര ബിന്നുകൾ ഉണ്ട്? 3 ബിന്നുകൾ ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. ഒരു ബിന്നിൽ 2 എലമെന്റ്സ് ഇടാം. അപ്പൊ ഒരു ബിന്നിൽ 2 എലമെന്റ് വീതം വെച്ചിട്ട് എഴുതാം. അതാണ് എന്ത്? ഈക്വൽ ഫ്രീക്വൻസി ബിൻ. ഒരു ബിന്നിൽ 2 എണ്ണേ പാടുള്ളൂ. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, ഈക്വൽ വിഡ്ത്ത് ആണ്. ആ ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ളവർ മാത്രമാണ് അതിൽ പാടുള്ളൂ എന്നുള്ളൂ. അത് എത്ര നമ്പേഴ്സ് വേണമെങ്കിലും വരാം. ഇതിലെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട് ആ ഒരു ബിന്നിന്റെ അകത്ത്. ഈക്വൽ ഫ്രീക്വൻസി ഓർ ഈക്വൽ ഡെപ്ത് ആണ് പറയുന്നത്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ 2 വാല്യൂ ഉള്ളെങ്കിൽ ആ 2 വാല്യൂ ആണ് അതിന്റെ ഡെപ്ത്. ഇനി റിഗ്രഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ റിഗ്രഷൻ ഇപ്പോൾ ഒരു ഗ്രാഫിക്കലിയാണ് റെപ്രസെന്റ് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് ടു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ടു മേക്ക് ദ പ്രെഡിക്റ്റ്. ഡിപ്പെൻഡന്റ് വേരിയബിൾസും ഇൻഡിപെൻഡന്റ് വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനാണ്. സോ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഉണ്ട്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ നമ്മുടെ സാധാ സ്ലോപ്പിന്റെ ഫോർമുല y is equal to w x plus b എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. നോർമൽ നമ്മുടെ ഫോർമുല വെച്ചിട്ട്. ഇനി അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രെഡിക്കേറ്റ്സ് വരും. ഇനി റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഉണ്ട്, ഡബ്ല്യു ബിയു ആണ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് y is assumed to be a constant. മീൻസ് y ഒരു കോൺസ്റ്റന്റ് ആണ്. എക്സും വൈയും ന്യൂമറിക്കൽ ആട്രിബ്യൂട്ട്സ് ആണ്. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് പ്രഡിക്ഷൻ, ഫോർകാസ്റ്റിംഗ് ഇതുപോലുള്ള മീൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് എക്കണോമിക്സ് ആൻഡ് ഹെൽത്ത് കെയറിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ക്ലസ്റ്റർ അനാലിസിസിൽ നമുക്കറിയാം ഔട്ട്ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഔട്ട്ലെയേഴ്സ് ആണ് ഈ ഒരു മാറി മാറി കിടക്കുന്നത്. സോ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ളതുങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ഓരോരോ ക്ലസ്റ്റർ ആയിട്ട് ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യും? ഓർഗനൈസ് ചെയ്യും. അതാണ് ക്ലസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് കമ്പൈൻഡ് കമ്പ്യൂട്ടർ ആൻഡ് ഹ്യൂമൻ ഇൻസ്പെക്ഷൻ ആണ്. അതിലെന്താന്ന് പറഞ്ഞാൽ ഡീൽസ് വിത്ത് പോസിബിൾ ഔട്ട്ലെയേഴ്സ് ഡിറ്റക്ട് ചെയ്യും. ഒന്നല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്യും, അല്ലെങ്കിൽ ഹ്യൂമൻ ഡിറ്റക്ട് ചെയ്യും എന്തെങ്കിലും ഇതുപോലത്തെ ഡേറ്റാസ് ഉണ്ടാകുന്നത്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക ബിന്നിങ് എന്നുള്ള പ്രോബ്ലം മിക്കവാറും ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബോക്സ് പ്ലോട്ട് അനാലിസിസ് ഒക്കെ ജസ്റ്റ് നോക്കുക. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തില്ല, ഏതെങ്കിലും ക്വസ്റ്റിന്റെ കൂടെ 3 മാർക്കോ 4 മാർക്കോ ഒക്കെ ആയിട്ട് ചോദിക്കുക. പിന്നെ മിസ്സിംഗ് വാല്യൂ, നോയ്സി ഡേറ്റ, അത് എങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നീഡ് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ്, എന്തുകൊണ്ടാണ് ഡേറ്റ പ്രോസസ്സിംഗ് വേണ്ടത് എന്നുള്ളത് നന്നായിട്ട് പഠിക്കാം. അറ്റ്ലീസ്റ്റ് ഈ ഹെഡിങ്സിലുള്ള ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് തീരെയാണ്. ഫസ്റ്റ് ടോപ്പിക് ഇച്ചിരി ലെങ്തി ആയിരുന്നു. സോ അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് അഡീഷണൽ പ്രോബ്ലംസ് ലാസ്റ്റത്തെ നമ്മുടെ മൊഡ്യൂൾ 2ന്റെ വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.